പാലാ നഗരസഭ സിന്തറ്റിക് സ്റ്റേഡിയത്തിൻ്റെ നവീകരണം പാതി വഴിയിൽ മുടങ്ങി. ഉടൻ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഉഴുതുമറിച്ചിട്ട പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലാ വാക്കേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കായികാധ്യാപകർ, കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സണ് നിവേദനം നൽകി. വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് അഞ്ചേരി നിവേദനം കൈമാറി. മുനിസിപ്പാലിറ്റിയുടെ കീഴിലല്ല നിർമ്മാണം നടക്കുന്നതെന്നും ഉടൻ പണി പൂർത്തിയാക്കാൻ വേണ്ട സമ്മർദ്ദം ഉത്തരവാദപ്പെട്ടവരിൽ ചെലുത്തി എത്രയും പെട്ടെന്ന് സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു ഉറപ്പു നൽകി. മുനിസിപ്പൽ സെക്രട്ടറി, കൗൺസിലർമാരായ ബിനു പുളിക്കക്കണ്ടം, ടോണി തൈപ്പറമ്പിൽ, ബിജു ഞൊട്ടനൊഴികയിൽ എന്നിവരും നിവേദക സംഘത്തോട് സാഹചര്യങ്ങൾ വിശദീകരിച്ചു. മുനിസിപ്പൽ സ്റ്റേഡിയം വ്യായാമത്തിനായിട്ട് വരുന്ന കുട്ടികൾക്കും അല്ലാതുള്ളവർക്കുമൊന്നും ഇപ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതിരിക്കുകയാണ്. ഇത് വിദേശത്തു നിന്ന് സാധനം ഇറക്കുമതി ചെയ്യാനാണ് താമസം വരുന്നത് എന്നൊക്കെയാണ് ന്യായങ്ങളാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് പൊളിച്ചിട്ടാൽ മതിയായിരുന്നു. ഈ സ്റ്റേഡിയം അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമായിരുന്നു. കുറച്ച് ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കി ഭാഗങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ ആ സ്റ്റേഡിയത്തിൽ കൂടെ അല്പം പോലും നടക്കാൻ പോലും ഉള്ള സാഹചര്യങ്ങളില്ല. സമീപമുള്ള സ്കൂളുകളിലെ അനേകം കുട്ടികൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തിനായിട്ട് ഇവിടെ വാക്കേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ രാവിലെ വാക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരുന്നതാണ്. ഈ സ്റ്റേഡിയം ഇങ്ങനെ പൊളിച്ചിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ പണി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ മെറ്റീരിയൽ പോലും ഇവിടെ എത്തിയിട്ടില്ല. അതിനിടേണ്ട സർഫേസ് സാധനങ്ങളൊന്നും എത്താതെയാണ് ഇവർ ഇത് പൊളിച്ചിട്ടത് എന്നുള്ള വലിയ ഒരു ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവമാണ്. എല്ലാ ദിവസവും നടക്കുകയും അവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യേണ്ട വലിയൊരു മേഖലയാണ് നമ്മുടെ സ്റ്റേഡിയം. അത് തീർച്ചയായിട്ടും ഇതിനുള്ള നടപടികൾ നമ്മുടെ മുനിസിപ്പൽ അധികാരികൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അവർ അതിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണ് മുൻകൈ എടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും പാലാ മുനിസിപ്പാലിറ്റിക്ക് ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടലുകളുണ്ട്. കാരണം ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത് പാലാ മുനിസിപ്പാലിറ്റിയാണ്. അടിയന്തരമായിട്ട് ജോലികൾ ചെയ്തു തീർക്കണം. കാരണം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ജോലികൾ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ ജോലികൾ ചെയ്യാൻ പ്രയാസമാണ്. ചെയ്യുന്ന ജോലികൾക്ക് വേണ്ട ക്വാളിറ്റി കിട്ടുകയുമില്ല. ഈ അവസരത്തിൽ പാലായിൽ കുറച്ച് നാളുകളായിട്ട് ഈ രംഗത്ത് ആൾക്കാർക്ക് നടക്കുന്നവർക്ക് മറ്റ് സ്പോർട്സ് പ്രോഗ്രാമുകൾ ഇതൊന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പാലാ MLA മാണി സി കാപ്പനോടും അതുപോലെ പാലായിലെ MP ശ്രീ ജോസ് കെ മാണിയോടും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് MPയോടും എല്ലാ രാഷ്ട്രീയ രീതിയിലുള്ള ഇടപെടലും ഉണ്ടാകണം. സെക്രട്ടറി ബിനു പനയ്ക്കൽ, ട്രഷറർ ബാബു കലയത്തിനാൽ, കായികാധ്യാപകനായ തങ്കച്ചൻ, ബോബൻ ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് സന്തോഷ് കെ മണകാട്ട്, വിവിധ കായിക സംഘടനകളെ പ്രതിനിധീകരിച്ച് ജോൺ കുളപ്പുര, മനോജ് വൈപ്പന, ബെന്നിച്ചൻ ടോമി, വിജയൻ PK എന്നിവർ പങ്കെടുത്തു.